നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റമാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? 1201 ധനുമാസം 1-ാം തീയതി, അതായത് വൃശ്ചികമാസം 28-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, അതായത് 2025 ഡിസംബർ 15 കഴിഞ്ഞ് 16-ാം തീയതി പുലർച്ചെ ഉദയാത്പൂർവം 4:15 ധനുരവി സംക്രമം. ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല. പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ. പലപ്പോഴും ശ്രദ്ധിക്കുക, വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല. വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അവയുടെ ആശ്രയഫലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപൂജ്യ, സജ്ജനങ്ങൾ തന്നെ പൂജിക്കും, ബഹുമാനിക്കും. ധനവാൻ, സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ. ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. ധനുർധരഗതേ, ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണ, സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും. സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി. അതിനാൽ തീഷ്ണത വളരെ കൂടും. ഭിഷക്, ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനാവും, അല്ലെങ്കിൽ കാരക, ശില്പിയാകും. ശില്പവേലകളിൽ വളരെയധികം എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻറ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വതവേ ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക. നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുമുമ്പേ മനസ്സിലാക്കണം, താതസ്യാത്മപ്രഭാവ, പിതാവിൻ്റെ കാരകനാണ്. അപ്രകാരം തന്നെ വ്യക്തിത്വം, ഇതും കൂടി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ ഈ സൂര്യൻ ധനുരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും. എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. അതിന് പുറമെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അടുത്ത മാസം മകരം 1-ാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി എന്നറിയുക. ചാരവശാൽ ഇന്ന് ധനുരാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത്. സൂര്യൻ ആരാണ്? 9-ാം ഭാവാധിപനാണ് ധനുരാശിക്കാർക്ക്. എന്താണ് 9-ാം ഭാവം? ഭാഗ്യധർമ്മ ദയാപുണ്യ തപസ്താത സുതാത്മജാഹ ദാനോപാസന സൗശീല്യ ഗുരവോ നവമാദമി. തൻ്റെ ഭാഗ്യം, തൻ്റെ ദയ, തൻ്റെ പുണ്യം, തൻ്റെ പിതാവ്, തൻ്റെ ഗുരുജനങ്ങൾ, ഇതൊക്കെയാണ് 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ധനുരാശിക്കാർക്ക് ഒരു ഫലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ ഫലം? പിതൃധനി, അച്ഛൻ്റെ ധനം കിട്ടുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. അതിനാൽ ഈ ഒരു മാസക്കാലം സൂര്യൻ ലഗ്നത്തിൽ വരുമ്പോൾ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസിലൂടെ പല കാര്യങ്ങളും നടക്കും. ഒരുപക്ഷെ അച്ഛൻ്റെ പൂർവികമായ സ്വത്ത് തനിക്ക് ലഭിക്കും, അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ട അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ജോലി മകന് ലഭിക്കുക, അല്ലെങ്കിൽ അച്ഛനുമായി ബന്ധപ്പെടുന്ന വ്യാപാര വിഷയങ്ങൾക്കൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. തൻ്റെ അച്ഛൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് ഭൂമിപരമായ ചിന്തകൾ ഒക്കെ നല്ലതാണ് ധനുരാശിക്കാർക്ക് ഈ ഒരു മാസക്കാലമെന്ന് അറിയുക. ഇവിടെ ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ശാരീരികമായ ഉദ്വേഗങ്ങൾ കൂടുമെന്നറിയണം. ശാരീരികമായി രോഗാദി അരിഷ്ടതകൾ വളരെ ശ്രദ്ധിക്കണം. ശൂരസ്തബ്ധോ വികലനയനോ നിർഗൃഹണോർഗേ തനുസ്തേ. ലഗ്നത്തിൽ സൂര്യൻ വരുമ്പോൾ, ധനുരാശിയിൽ വരുമ്പോൾ ശൂരഹ, ശൗര്യം വളരെയധികം പ്രകടിപ്പിക്കും. ധനുരാശിക്ക് മാത്രമൊരു പറഞ്ഞ ഫലമുണ്ട്, ബന്ധിദ്യുട്ട്, ബന്ധുക്കളോട് ദ്വേഷിക്കും, താൻ വലിയ അഹങ്കാരം കാണിക്കും, പ്രകടിപ്പിക്കും. അപ്പോൾ അനാവശ്യമായി തർക്കത്തിലൊക്കെ വരും. താൻ ആരെയും മൈൻഡ് ചെയ്യില്ല. ഞാനാണ്, ഐ ആം ദ ബോസ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു മാസം ഉണ്ടാകും. വികലനയനഹ, നോട്ടങ്ങൾക്ക് വൈകല്യം, കണ്ണുകൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകും. സ്തബ്ധ, പല കാര്യങ്ങളിലും പെട്ടെന്ന് സ്തബ്ധനായി പോകും. ഇത് പാപഗ്രഹമാണ്, പക്ഷേ ഭാഗ്യാധിപനാണ് എന്നൊരു പ്രത്യേകത സൂര്യനുണ്ട്. അതിനാൽ പല കാര്യങ്ങൾക്കും തനിക്ക് ഉത്സാഹത്തോടുകൂടി, ആത്മപ്രഭാവത്തോടുകൂടി വ്യക്തിത്വം ഉണർത്തി മുന്നോട്ട് നയിക്കാൻ ഈ ഒരു സൂര്യൻ സഹായകരമാണ്. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം എന്താണ്? തനുസ്തോരവിസ് തുങ്കയഷ്ടിം വിധത്തിൽ. ലഗ്നത്തിലെ സൂര്യൻ ഉയർന്ന വടി പോലെ ആചരിക്കും. പലപ്പോഴും ജോലി മേഖല നല്ലതായിരിക്കും. പദവി പ്രമാണങ്ങൾ സമാജത്തിൽ വരുന്നൊരു സമയമാണ്. പല സ്ഥലത്തും തന്നെ അംഗീകരിക്കപ്പെടുക, സമാജത്തിൻ്റെ
അധ്യക്ഷ സ്ഥാനം ലഭിക്കുക, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തുടങ്ങിയ കോർപ്പറേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ മേയറാവുക അല്ലെങ്കിൽ ചെയർമാനാവുക തുടങ്ങിയ ധാരാളം സംഭവബഹുലമായ അവസരങ്ങൾ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ സൂര്യൻ പ്രഭാവമാണ്, ആത്മപ്രഭാവമാണ്. പല ഓഫീസേഴ്സിനും ഈ ഒരു മാസം പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്ത് മുമ്പോട്ട് തീരുമാനമെടുക്കാം. സ്വയം തീരുമാനം, ആരെയും കൂസാതെ തീരുമാനമെടുത്ത് മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമാണ് ഈ സൂര്യൻ. തുങ്കയഷ്ടം വിധത്തെ വലിയൊരു വടി തന്നെ കൈമലുണ്ടാകും. മനസ്സന്തമേ ധാരദായാത വർഗാൽ, പലപ്പോഴും ഭാര്യ ബന്ധുക്കളെ ചിന്തിച്ച് മനസ്സിന് അസ്വസ്ഥത വരും. കാരണം ഈ സൂര്യൻ നോക്കുന്നത് എവിടത്തേക്കാണ്? 7ാം ഭാവത്തിലാണ്, ദാമ്പത്യത്തിലേക്കാണ്. പക്ഷേ ഭാഗ്യാധിപനായ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ലഗ്നാൽ പുത്രകളത്രഭേ എന്ന പ്രമാണപ്രകാരം വിവാഹ വിഷയത്തിൽ തീരുമാനങ്ങളുണ്ടാകും. പലപ്പോഴും തനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കുട്ടി തനിക്ക് ലഭിക്കുക. അവിടെ 7ാം ഭാവത്തിൽ വ്യാഴവുമുണ്ട്. അതിനാൽ ദാമ്പത്യം, വൈവാഹികം, പുതിയ വിവാഹ വിഷയത്തിൽ യുവതീ യുവാക്കൾക്ക് അനുകൂലമായ സമയമാണെന്ന് അറിയുക. വപുപീഡ്യതയെ വാദപിത്തേന നിത്യം, പിത്തരോഗം കൊണ്ടും വാതരോഗം കൊണ്ടും ബുദ്ധിമുട്ട്. ശിരോജന്യമായ രോഗങ്ങൾ വളരെയധികം വരും. തലവേദന വരും. ശിരോരുക്ക് എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു. സവൈ പര്യടൻ ഹ്രാസവൃദ്ധി പ്രയാതെ, അദ്ദേഹം ധാരാളം സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. ഹ്രാസവൃദ്ധി, ആ സഞ്ചാരത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകും. ആർക്ക്? ധനു രാശിക്കാർ. ഭാര്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഭാര്യയെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ഭാര്യയെ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, ഇങ്ങനെയുള്ള സമൂഹത്തിൽ, സൊസൈറ്റിയിൽ പേരുള്ളവർക്ക് പ്രശസ്തി നശിക്കാൻ ഇത് പര്യാപ്തമാണ്. അതിനാൽ ദാമ്പത്യത്തിൽ വളരെയധികം ഒരു ലക്ഷ്മണരേഖ പാലിക്കുന്നത് നല്ലതാണെന്നറിയുക. വലിയൊരു വിഷയത്തിലൊന്നും ഈ ഒരു മാസം പോകരുത്. പോയാൽ ബുദ്ധിമുട്ടും ധനുരാശിക്കാരെന്നറിയുക. നന്ദി, നമസ്തേ.